ഇനി ഞാൻ അങ്ങനെ വിശ്വസിച്ചാലും മറ്റുള്ളവരുടെ കണ്ണില് ഒരു പെൺകുട്ടിയും കൊണ്ട് ഒളിച്ചോടി പോയ ആളാ സന്ദീപ്. അയ്യോ, എന്തിനാ മറ്റുള്ളവരെ നോക്കുന്നേ? നിന്റെ ജീവിതത്തിൽ മറ്റാർക്കും നീ ഒരു സ്ഥാനം കൊടുക്കണ്ട, എനിക്ക് പോലും. മറ്റുള്ളവരെ നോക്കണ്ടെങ്കിൽ എന്റെ സന്ദീപിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം നമ്മൾ എന്തിനാ മറച്ചു വെക്കുന്നേ? ആതിരയുടെ ജീവിതം ആതിരേക്കാൾ കൂടുതൽ നിയന്ത്രിച്ചത് എന്ന് മറ്റുള്ളവരായിരുന്നു. സന്ദീപിനെ സ്നേഹിച്ചതൊഴികെ മറ്റെല്ലാ കാര്യങ്ങളും. ഇനിയെങ്കിലും ഞാനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ എന്റെ ജീവിതം എനിക്ക് പോലും ഗുണമില്ലാത്തതായി പോവും. അതുകൊണ്ടാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കാന്ന് തീരുമാനിച്ചത്. സച്ചേട്ടാ, താൻ വീട്ടിലെത്തിയോ? ആ, എത്തി. ആതിരെ കണ്ടോ? കണ്ടു. ഞാൻ അവളോട് സംസാരിക്കുകയായിരുന്നു. എന്താ അവള് പറയുന്നേ? അവള് അജയനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കാൻ പോവാന്ന്. ഞാൻ ആതിരയോട് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. പക്ഷേ താൻ ആതിരയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ. സച്ചേട്ടന് നിന്നോട് സംസാരിക്കണമെന്ന്. ഹലോ ആതിര, അർച്ചന പറഞ്ഞത് ശരിയാണോ? താൻ അജയനുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചോ? ഇതിനാണ് മോളെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. സന്ദീപ് അങ്ങനെ ചെയ്യുമെന്ന് ഞാനും നിന്റെ ചേച്ചിയെ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോ അവനെ ഇത്രയും സ്നേഹിച്ച നിനക്ക് എങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റി? ഒരു എടുത്തുചാട്ടത്തിന് എന്തെങ്കിലും ചെയ്തിട്ട് പിന്നീട് ചിലപ്പോൾ അത് തിരുത്താൻ പറ്റാതെ വന്ന ജീവിതമാണ്. ഒരിക്കൽ കൈവിട്ടു പോയാൽ തിരികെ കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും. എല്ലാം എനിക്കറിയാം സച്ചേട്ടാ. പക്ഷെ എന്റെ മുന്നിൽ ഇപ്പൊ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. നിവർത്തികേടാ. ഇനി കൂടുതലൊന്നും സച്ചേട്ടനോട് ചോദിക്കരുത്. സച്ചേട്ടാ, എടോ, ആതിരയുടെ മൈൻഡ് ഒട്ടും ക്ലിയർ ആണെന്ന് തോന്നുന്നില്ല. താനിപ്പോ കൂടുതലൊന്നും സംസാരിക്കാതിരിക്കാൻ നല്ലത്. അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്താണെന്നറിയാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ആതിര ആ വിവാഹത്തിന് സമ്മതിച്ചു കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് താനിപ്പോൾ അവളെ കൂടുതൽ വിഷമിപ്പിക്കണ്ട. ഇനി അതിന്റെ കാരണം അറിഞ്ഞിട്ട് മതി ഇതിനെപ്പറ്റി ബാക്കി സംസാരമൊക്കെ. ഇപ്പൊ എന്നോട് ഫോണിൽ സംസാരിച്ച മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹമാ നീയും സന്ദീപ് ഒരുമിച്ച് ജീവിക്കാൻ മറ്റാരെക്കാളും ആഗ്രഹിച്ചത്. ജീവനായി കാണുന്ന സ്വന്തം അച്ഛനെ പോലും പറ്റിച്ചിട്ടാ സച്ചേട്ടൻ നിങ്ങളുടെ ഒപ്പം നിന്നത്. നീ വലിയ ആളായതും അതുപോലെ വലിയ തീരുമാനങ്ങൾ എടുക്കാറായതൊന്നും ഈ ചേച്ചി അറിഞ്ഞില്ല. നിന്നെ കണ്ടാലറിയാം വ്യക്തമായ ഉറച്ച തീരുമാനങ്ങൾ എടുത്തിട്ടാണ് നീ ഇരിക്കുന്നതെന്ന്. കരഞ്ഞു തളർന്ന് നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇപ്പോ ഇതുവരെ നിന്റെ കണ്ണുപോലും നിറഞ്ഞ് ഞാൻ കണ്ടില്ല. അതിനർത്ഥം നീ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, സന്ദീപ് ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല.
അത് അവനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നടന്ന് നീ വിശ്വസിച്ചാലും അവന്റെ ഏട്ടനും ഏട്ടത്തെയും ഒരിക്കലും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. സന്ദീപ് ആതിര എന്നല്ലാതെ മറ്റൊരു പേരിനോടൊപ്പം നമ്മുടെ പേര് നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല, അത് തനിക്കെന്നല്ല എനിക്കും. എന്റെ അനിയത്തെക്കുറിച്ച് ഓർത്ത് അപമാനം തോന്നുന്ന നിമിഷങ്ങളെ ഇതൊക്കെ. ഇനി ഒരിക്കലും ഈ ഒരു കാര്യവും പറഞ്ഞ് നമ്മൾ തമ്മിൽ സംസാരിക്കില്ല. ഞാൻ നിന്റെ ചേച്ചിയായതുപോലെ തന്നെ സന്ദീപിന്റെയും ചേച്ചിയാണ്. എനിക്കിപ്പോ നിന്നേക്കാളും വിശ്വാസം അവനെയോ. ഇനിയും കൂടുതൽ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ച നമ്മൾ തമ്മിൽ പിണങ്ങേണ്ട അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ പോവാ. നീയും അജയനുമായിട്ടുള്ള വിവാഹത്തിന് ഇനി ഞാൻ ഈ നട ചവിട്ടു. സന്ദീപ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. അവനെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് അജയനുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിക്കാൻ പോകുന്നത്. ആതിര, ഇരിക്കാതിര. എന്നെ കണ്ട് ഇത്ര ബഹുമാനിക്കൊന്നും വേണ്ട. ഇവിടെ വേറെ ആരുമില്ലേ? ഇല്ല. ആ, അത് നന്നായി. അല്ലെങ്കിൽ ഞാനിപ്പോ വന്നത് ആതിരെ കാണാൻ തന്നെയാ. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയും. ആതിരെ അത് കേട്ടു നിൽക്കും. അറിഞ്ഞു കാണുമല്ലോ നെല്ലിശ്ശേരിയിലെ പുതിയ വിശേഷം. അനഘയും കൊണ്ട് സന്ദീപ് ഒളിച്ചോടിപ്പോയി. ഇല്ല, എന്റെ സന്ദീപ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാൻ ഒരു തവണ പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നത് ആതിര കേട്ടു നിന്നാ മതിയെന്ന്. ഞാൻ സംസാരിക്കുന്നതിനിടയിൽ മറ്റൊരാൾ കയറി സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. നീ എന്താ പറഞ്ഞ? സന്ദീപ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നോ? അത് ശരിയാ, സന്ദീപ് അങ്ങനെ ചെയ്തിട്ടേയില്ല. ചെയ്തത് ഞാനാ. അനഘയെ ഞാൻ ഈ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തി. എന്നിട്ട് അവരൊളിച്ചോടിപ്പോയെന്ന് എല്ലാരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ആതിരയ്ക്കിപ്പോ തോന്നുന്നുണ്ടാവും ഇങ്ങനെ സ്ത്രീകളുണ്ടോന്ന്. എന്നെ ശരിക്കറിയാവുന്ന ആളുകൾ സ്ഥിരം പറയുന്ന കമന്റായത്. ആതിരയോട് ഞാൻ പറയാൻ വന്നത് അതല്ല, മറ്റൊന്നാ. അവന്തികയെ പോലെ ഈ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ഞാൻ മാത്രം. എന്നും അനഘ നിങ്ങൾക്ക് ഒളിപ്പിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും എല്ലാവരും എല്ലാം അറിയും. അന്ന് വരെ നിങ്ങളുടെ ഈ നാടകത്തിന് ആയുസുള്ളൂ. എന്റെ സന്ദീപ് എവിടെയാണെങ്കിലും ഉടൻ തിരിച്ചു വരും, എനിക്ക് ഉറപ്പാ. ആതിരേക്കാളും എനിക്ക് ഉറപ്പുണ്ടത്. സന്ദീപ് വരും അനഘയും കൊണ്ട്.
അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് അവൻ വരുന്നെങ്കിൽ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടായിരിക്കും. ഏട്ടത്തി, ആതിരയ്ക്ക് ശരിക്കും ആഗ്രഹമുണ്ട് സന്ദീപിനൊന്ന് കാണണമെന്ന്. എന്താ ഇല്ലേ? എനിക്കറിയാം ഉണ്ടാവും. അത്രമാത്രം ആഴത്തി പ്രേമിച്ചവരല്ലേ രണ്ടുപേരും. അപ്പോ കാണാനുള്ള ആഗ്രഹം കുറച്ച് കൂടും. നമുക്ക് വഴിയുണ്ടാക്കാം. ഇത് കാണുമ്പോ ആരുടെ മനസ്സൊന്നും ഉറങ്ങും. കണ്ടില്ലേ, ഒരു തെറ്റും ചെയ്യാത്ത യേശുക്രിസ്തുവിന് മരണം വിധിച്ച പോലെ ഒരു തെറ്റും ചെയ്യാത്ത സന്ദീപിനും കഷ്ടം. ആ പിന്നെ ഒരു വ്യത്യാസമുള്ളത്, യേശുക്രിസ്തു പാപിയായ മനുഷ്യർക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഇവൻ പാപിയായ നിനക്ക് വേണ്ടി. എന്റെ ആൾക്കാർ എന്നോട് പറഞ്ഞു, എത്ര തല്ലി ചതച്ചിട്ടും അവൻ നിന്നെ മറക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞെന്ന്. അവിടെ കിടന്ന് മരിച്ചാലും അവന് നിന്നെ മതിയെന്ന്. അത്രയ്ക്കും അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി അവനെ തല്ലിയിട്ട് ഒരു കാര്യവുമില്ല. അടികൊണ്ട് അവന് പേടിയില്ലാതായി. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ആതിര എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പറയാം, ഇല്ലെങ്കിൽ ഉപകാരം ചോദിച്ചു വാങ്ങാൻ. ആ ഉപകാരം ആതിരയുടെ ഒരു സമ്മതം, അജയനുമായിട്ടുള്ള വിവാഹത്തിനുള്ള സമ്മതം. ആ സമ്മതം എല്ലാവരെയും അറിയിക്കുന്നതോടെ സന്ദീപിന്റെ കയ്യിലും കാലിലും മുറുകിയിരിക്കുന്ന കെട്ടുകൾ അഴിയും. അവൻ തിരിച്ചു വരികയും ചെയ്യും. അതല്ല, മറക്കാനാവാത്ത പ്രണയബന്ധത്തിൽ കുടുങ്ങിയതുകൊണ്ട് ഇതൊക്കെ എല്ലാവരോടും പറഞ്ഞവനെ രക്ഷപ്പെടുത്താനാണെങ്കിൽ അവനെ നീ പിന്നെ കാണുന്നത് വെള്ള പുതപ്പിച്ചായിരിക്കും. നിന്നെ ഒന്ന് സ്നേഹിച്ചതുകൊണ്ട് മാത്രം അവനെ കൊല്ലണോ ആതിരെ? നീ സമ്മതം മൂളുന്നത് വരെ അവൻ അവിടെ കിടന്ന് തല്ല് വാങ്ങിക്കും. അപ്പോ അത് എത്രയും പെട്ടെന്നായാ അത്രയും തല്ലവന് കുറഞ്ഞിരിക്കും. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എനിക്ക്. ഇത്രയും സംസാരിക്കേണ്ട കാര്യവും ഇല്ല. ദാ, ഇതെടുത്ത് നിന്റെ തലയിൽ ഒരു കൊട്ടും തന്ന് നിന്നെ ഈ ഫാനിൽ കെട്ടിത്തൂക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, അതിനുള്ള ധൈര്യവും മനസ്സും ഇല്ലാഞ്ഞിട്ടുമല്ല. സന്ദീപും അനഘയും തിരിച്ചു വന്ന് ജീവിക്കുന്നത് നീയൊക്കെ കാണണം. അതാണ് എന്റെ അനിയത്തിയുടെ അതേ ഇഷ്ടത്തെ പിന്തുടർന്ന നിനക്കുള്ള ശിക്ഷ. നീ ആ അജയനെയും കെട്ടി അവന്റെ പിള്ളേരെയും പ്രസവിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കു പെണ്ണെ. കുടിലിൽ കിടന്ന് കൊട്ടാര സ്വപ്നം കണ്ട് സന്ദീപിനെ കൊല്ലരുത്. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നീ ആലോചിക്കും. ബുദ്ധിയോട് ആലോചിച്ച
നിന്റെ അജയന്റെയും വിവാഹത്തിന് ഞങ്ങൾ നെല്ലിശ്ശേരിക്കാർ ഇങ്ങോട്ട് വരും. ബുദ്ധിമോശം കാണിച്ചാ നിങ്ങൾ വൃന്ദാവനംകാര് സന്ദീപിന്റെ മരണത്തിന് അങ്ങോട്ട് വരേണ്ടി വരും. അവനെ പലപ്പോഴും ചേർത്ത് പിടിച്ച നിന്റെ കയ്യിലാ ഇപ്പൊ അവന്റെ ജീവൻ. പാവം, അവന് കൊലയ്ക്ക് കൊടുക്കരുത്. ഇനി പറയൂ, ഞാൻ ചെയ്യുന്നതല്ലേ ശരി? ഇനിയും സ്നേഹിച്ചും വാശി കാണിച്ചും ഞാൻ സന്ദീപിനെ കൊലയ്ക്ക് കൊടുക്കണം? എന്നെ സ്നേഹിച്ചു പോയതുകൊണ്ട് മാത്രമാണ് അവൻ ഇതൊക്കെ അനുഭവിക്കുന്നത്. എനിക്ക് അറിയാം, അവൻ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ പകുതി പോലും തിരികെ കൊടുക്കാൻ പറ്റാത്തവളാ ഞാൻ. എന്നെ അത്രയും സ്നേഹിക്കുന്ന ആളുടെ ജീവൻ എടുക്കാൻ ഞാൻ കാരണമാവണം? ഇനി എല്ലാവരും കൂടി പറഞ്ഞാലും ഞാനത് കേൾക്കാൻ കൂട്ടാക്കില്ല. സ്നേഹിച്ച് പറ്റിച്ചവളെന്നോ അഹങ്കാരിയെന്നോ എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാം. സന്ദീപിന്റെ ആ അവസ്ഥ ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? എന്നെ വേണ്ടെന്നൊരു വാക്ക് പറഞ്ഞ് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ സന്ദീപിന്. പക്ഷെ എനിക്കറിയാം അവനത് ചെയ്യില്ലെന്ന്. ഓരോ ദിവസം കഴിയുന്തോറും അവന്റെ ജീവന് ആപത്തുണ്ടാവും. അതിനു മുൻപേ എനിക്കിവിടെ പറയണം, അജയനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന്. എന്റെ ആ സമ്മതമാണ് സന്ദീപിന്റെ ഇനിയുള്ള ജീവിതം. അവന്തികയെ പോലെ നമുക്കാവാൻ പറ്റില്ലല്ലോ. മത്സരിച്ചാലും നമ്മൾ ജയിക്കുകയുമില്ല. അങ്ങനെ ഒരു തിരിച്ചറിവ് ഇപ്പൊ എനിക്കുണ്ട്. ചേച്ചിയോട് എനിക്കൊരു അപേക്ഷയുള്ളത്, ഈ കാരണം കൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് ആരോടും പറയരുത്, സച്ചേട്ടനോട് പോലും. എന്റെ സന്ദീപ് അടക്കം എല്ലാവരുടെയും മനസ്സിൽ ഒരു വഞ്ചകയുടെ സ്ഥാനം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. ഇപ്പൊ സന്ദീപിന്റെ ആയുസ് നിൽക്കുന്നത് എന്റെ ഒരു വാക്കിന്റെയും തീരുമാനത്തിന്റെയും പുറത്താ. എന്റെയും അജയന്റെയും വിവാഹം നടക്കുന്നതിന്റെ അന്ന് സന്ദീപിന് അവന്റെ ജീവൻ രക്ഷിച്ചെടുക്കാം. അവൻ ജീവനോടെ ഉണ്ടെന്ന് അറിയുന്ന നിമിഷം അജയന്റെ ഭാര്യയായി ഞാനിവിടെ ഉണ്ടാവില്ല. വിവാഹത്തിന്റെ അന്ന് തന്നെ എന്റെ ആയുസ് കൊടുത്തിട്ട് സന്ദീപിന്റെ ആയുസ് തിരിച്ചു പിടിക്കും ഞാൻ. ആ, നീ എത്തിയോ? വാ, അകത്തേക്ക് വാ. അനുപേട്ടൻ നിന്നെ കാത്തിരിക്കുക. എന്തിനായിരിക്കും പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത്? അനുപേട്ട, അജയൻ വന്നു. ആ അജയ, ഇരിക്ക്. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അതാ ഇവിടം വരെ ഒന്ന് വരാമെന്ന് ചോദിച്ചത്. അജയന് ബുദ്ധിമുട്ടായോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? അനുപേട്ടൻ പറഞ്ഞു. അജയ, അത് വേറൊന്നുമല്ല. അജയന്റെയും ആതിരയുടെയും വിവാഹം ഇനിയും വെച്ച് നീട്ടേണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എത്രയും പെട്ടെന്നൊരു നിശ്ചയം നടത്താനാ ഞങ്ങളുടെ തീരുമാനം. അജയൻ എന്ത് പറയുന്നു? നിശ്ചയം നടത്താം, അതിനെന്താ? തീയതി അനുപേട്ടൻ പറഞ്ഞാൽ മതി.
ആ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അജയൻ്റെ അച്ഛനോടോ അമ്മയോടോ ഒന്ന് ഇവിടം വരെ വരാൻ പറയും. ആ നല്ലൊരു തീയതിയും മുഹൂർത്തവും കുറിക്കാമല്ലോ നമുക്ക്. ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല അനുപേട്ട. അനുപേട്ടനായിട്ട് തന്നെ നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു ഡേറ്റ് പറഞ്ഞാൽ മതി, ഞാനതെന്റെ വീട്ടിൽ പറഞ്ഞോളാം. ദാ, അല്ല ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. വിവാഹം നടത്താനുള്ള പൈസ ഒക്കെ ശരിയായോ? അതൊക്കെ ശരിയാവുക അജയ. നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ കല്യാണം. അതെത്രയും വേഗം നടത്തണം നമുക്ക്. ബാക്കിയെല്ലാം ആ സമയത്തങ്ങ് നടന്നോളൂ. അജയ, നിന്നോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ ചേച്ചി? അത് വേറൊന്നുമല്ല. ആതിരയ്ക്ക് മുൻപേ ഒരു പയ്യനുമായിട്ട് ചെറിയൊരു അടുപ്പം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. അവനിപ്പോ മറ്റൊരു പെൺകുട്ടിയുമായി സ്ഥലം വിട്ടു. ആളെ പറഞ്ഞാലും അജയനെ അറിയാൻ വഴിയില്ല. അതാ പറയാത്തത്. അജയ, ഞങ്ങളിപ്പോ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. നാളൊരു സമയം മറ്റാരെങ്കിലും പറഞ്ഞ് നീ ഇതറിയുമ്പോ ഞങ്ങൾ മനഃപൂർവ്വം നിന്നീന്ന് ഇത് മറച്ചു വെച്ചെന്നൊന്നും നിനക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയാ. അതൊന്നും കുഴപ്പമില്ല ചേച്ചി. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണമല്ലേ. അല്ലേ? അല്ലെങ്കിലും ആതിരയുടെ മുൻകാല ജീവിതമൊന്നും എനിക്കറിയണ്ട. എന്നോടൊപ്പം വന്നതിന് ശേഷമുള്ള കാര്യം അറിഞ്ഞാൽ പോരാ ഞാൻ. മതി, അതാ അതിന്റെ ശരിയും. ഞാൻ പറഞ്ഞില്ല അനുപേട്ട, അജയൻ അതൊന്നും ഒരു പ്രശ്നമല്ലെന്ന്. അനുപേട്ടന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു നീ ഇതറിയുമ്പോ എങ്ങനെ പ്രതികരിക്കുമെന്ന്. എന്റെ പ്രതികരണം ഇപ്പൊ അറിഞ്ഞില്ലേ, ഇനിയിപ്പോ ആ പേടി വേണ്ടല്ലോ. അല്ല ആതിര എവിടെ? മുറിയിലുണ്ടെന്ന് തോന്നുന്നു. ആതിരയുടെ ചേച്ചി വന്നിട്ടുണ്ട്, അർച്ചന. അർച്ചന വന്നിട്ട് പോയോ മീര? പോയെന്ന് തോന്നുന്നു. അർച്ചന ഇതുവരെ അജയനെ കണ്ടിട്ടില്ലല്ലോ. അയ്യോ,